എഴുത്തിന്റെ പെരുന്തച്ചൻ വിട പറഞ്ഞു. MD വാസുദേവൻ നായർ അന്തരിച്ചു. കോഴിക്കോട്ടെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്ന് രാത്രിയോടെയാണ് മരണം സംഭവിച്ചത്. ഹൃദ്രോഗവും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് 11 ദിവസമായി MD വാസുദേവൻ നായർ ആശുപത്രിയിൽ കഴിയുകയായിരുന്നു. 91 വയസ്സായിരുന്നു. ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം ഹൃദയാഘാതം ഉണ്ടായതാണ് ആരോഗ്യനില വഷളാക്കിയത്. ഇന്ന് കിഡ്നിയുടെയും ഹൃദയത്തിന്റെയും പ്രവർത്തനം മന്ദഗതിയിലായതിനു പിന്നാലെയാണ് മരണം സംഭവിച്ചത്. 1 മാസത്തിനിടെ പലതവണ MDയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ശ്വാസതടസ്സത്തെ തുടർന്നാണ് ഇക്കഴിഞ്ഞ 15-ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും കുറച്ചു നാളുകളായി അലട്ടിയിരുന്നു. ആരോഗ്യനില ഗുരുതരമാണെന്നും ഹൃദയസ്തംഭനം ഉണ്ടായെന്നും അറിയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം രാവിലെ മെഡിക്കൽ ബുള്ളറ്റിനും ആശുപത്രി അധികൃതർ പുറത്തിറക്കിയിരുന്നു. ചികിത്സയ്ക്കായി പ്രത്യേക മെഡിക്കൽ സംഘത്തിന് രൂപം നൽകുകയും ചെയ്തു. മരണസമയത്ത് ഭാര്യയും മകൾ അശ്വതി, സുഹൃത്തും സാഹിത്യകാരനുമായ MN കാരശ്ശേരി ഉൾപ്പെടെയുള്ളവരും ആശുപത്രിയിലുണ്ടായിരുന്നു. കൈവച്ച മേഖലകളിലെല്ലാം ഉയരങ്ങളിലെത്തിയ പ്രതിഭാശാലിയായിരുന്നു MD. നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, ചലച്ചിത്രകാരൻ, സാഹിത്യകാരൻ, നാടകകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തനായ മലയാളിയാണ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന MD വാസുദേവൻ നായർ. 1933 ജൂലൈ 15-നാണ് കൂടല്ലൂരിൽ T നാരായണൻ നായരുടെയും അമ്മാളു അമ്മയുടെയും മകനായി MD ജനിച്ചത്. ജന്മനക്ഷത്രം കർക്കിടകത്തിലെ ഉത്രട്ടാതിയാണ്. അദ്ദേഹത്തിന്റെ നവതി മലയാളക്കര ഉത്സവമായാണ് കൊണ്ടാടിയത്. അല്ലാത്ത പിറന്നാളുകളൊന്നും MD ആഘോഷിക്കുക പതിവുണ്ടായിരുന്നില്ല. അധ്യാപകൻ, പത്രാധിപർ എന്നീ നിലകളിലും പ്രവർത്തിച്ചു. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ സാഹിത്യരചന തുടങ്ങി. വിക്ടോറിയ കോളേജിൽ ബിരുദത്തിന് പഠിക്കുമ്പോൾ രക്തം പുരണ്ട മണൽത്തരികൾ എന്ന ആദ്യത്തെ കഥാസമാഹാരം പുറത്തിറങ്ങി. 1954-ൽ ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂണൽ സംഘടിപ്പിച്ച ലോക ചെറുകഥാ മത്സരത്തിന്റെ ഭാഗമായി കേരളത്തിൽ മാതൃഭൂമി നടത്തിയ കഥാമത്സരത്തിൽ MDയുടെ വളർത്തുമൃഗങ്ങൾ എന്ന കഥ 1-ാം സ്ഥാനം നേടി. ഇതോടെയാണ് മലയാള സാഹിത്യത്തിൽ അദ്ദേഹം ശ്രദ്ധേയനായി തീർന്നത്. 1957-ൽ മാതൃഭൂമി ആഴ്ച പതിപ്പിന്റെ സബ് എഡിറ്ററായി ചേർന്നു. പാതിരാവും പകൽ വെളിച്ചവും എന്ന ആദ്യ നോവൽ ഈ സമയത്താണ് പുറത്തു വന്നത്. ആദ്യമായി പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച നോവൽ നാലുകെട്ടാണ്. ആദ്യ നോവലിന് തന്നെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു. പിൽക്കാലത്ത് സ്വർഗം തുറക്കുന്ന സമയം, ഗോപുരനടയിൽ എന്നീ കൃതികൾക്കും കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. 1963-64 കാലത്ത് സ്വന്തം കഥയായ മുറപ്പെണ്ണ് തിരക്കഥ എഴുതി MD ചലച്ചിത്ര ലോകത്തിലേക്ക് പ്രവേശിച്ചു. 1973-ൽ ആദ്യമായി സംവിധാനം ചെയ്ത നിർമാല്യം എന്ന ചിത്രത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം ലഭിച്ചു. 50-ലേറെ തിരക്കഥകൾ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന് 4 തവണ ഈ ഇനത്തിൽ ദേശീയ പുരസ്കാരം ലഭിച്ചു. ഇതുകൂടാതെ കാലം 1970-ൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടി. രണ്ടാം മൂഴം 1984-ൽ വയലാർ അവാർഡും വാനപ്രസ്ഥത്തിന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചു. കടവ്, ഒരു വടക്കൻ വീരഗാഥ, സതയം, പരിണയം തുടങ്ങിയ ചിത്രങ്ങൾക്കും ദേശീയ അവാർഡുകൾ ലഭിച്ചു. 2005-ലെ മാതൃഭൂമി പുരസ്കാരവും MDക്ക് തന്നെയായിരുന്നു. മലയാള സാഹിത്യത്തിന് നൽകിയ അമൂല്യ സംഭാവനകൾ കണക്കിലെടുത്ത് 1996-ൽ കാലിക്കറ്റ് സർവകലാശാല ബഹുമാന സൂചകമായി D.Litt ബിരുദം നൽകി ആദരിച്ചു. 1995-ലെ ജ്ഞാനപീഠ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. 2005-ൽ പത്മഭൂഷൺ നൽകി MDയിലെ പ്രതിഭയെ ഭാരത സർക്കാർ ആദരിക്കുകയുണ്ടായി. 2013-ൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകി. പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമായ പ്രഥമ കേരള ജ്യോതി പുരസ്കാരം MDക്ക് ലഭിച്ചു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും രാജ്യം ആദരവ് കാട്ടിയ എഴുത്തുകാരനാണ് വിടവാങ്ങുന്നത്. തൊട്ടതെല്ലാം പൊന്നാക്കിയാണ് MDയുടെ അരങ്ങൊഴിയൽ. നാട്ടിൻപുറത്തിന്റെ നിഷ്കളങ്കമായ സൗന്ദര്യമാണ് MDയുടെ കഥകളുടെ പ്രത്യേകത. എഴുത്തിലെ പുതുതലമുറക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ പിശുക്ക് കാട്ടിയിട്ടില്ല. മനസ്സിലൂടെ ഓടുന്ന ചിന്തകളെപ്പോലും വാക്കുകളിലൂടെ പുതിയ തലത്തേക്ക് എത്തിച്ചു MD. എന്തിനേയും സൂക്ഷ്മമായും സമഗ്രമായും പഠിക്കുകയും അന്വേഷിക്കുകയും ചെയ്ത് സൃഷ്ടികളെ മഹത്തരമാക്കി. മലയാള സാഹിത്യത്തിലെ കുലപതിയായി MD വളർന്നു. മനുഷ്യജീവിതത്തിലെ അനിശ്ചിതത്വങ്ങളും യാദൃച്ഛികതകളും അസ്തിത്വ പ്രതിസന്ധികളുമെല്ലാം കൃതിയിലൂടെ ചർച്ചയാക്കി MD. മാതൃഭൂമി പ്രസിദ്ധീകരണങ്ങളിലെ പത്രാധിപർ, കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. 1999-ൽ മാതൃഭൂമി പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപ സ്ഥാനത്തു നിന്നും വിരമിച്ചു.
1993 ജനുവരി 23 മുതൽ തുഞ്ചൻ സ്മാരക സമിതി അധ്യക്ഷനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എം ഡി വാസുദേവൻ നായർ എന്ന സാഹിത്യകാരൻ ഒരു പരിസ്ഥിതിവാദി കൂടിയാണ്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന വാസുദേവൻ നായർ നിള നദിയെയും ചുറ്റുമുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളെയും കുറിച്ച് പലപ്പോഴായി എഴുതിയ ലേഖനങ്ങൾ കണ്ണാന്തളി പൂക്കളുടെ കാലം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തുഞ്ചത്ത് പറമ്പിന്റെ ചെയർമാനായും ദീർഘകാലം പ്രവർത്തിച്ചു.